തിരുവചനത്തിലേക്കൊരു എത്തിനോക്കാം. നമുക്ക് ലഭിച്ചിരിക്കുന്ന തിരുവചനം എത്ര മഹത്തായതെന്ന് പ്രിയമുകളിൽ കൂടെ നമുക്ക് കേൾക്കാം. തിരുവചനത്തിലേക്ക് എത്തിനോട്ടം ആണ്. BC 1600 ഇടയിൽ ഉള്ള ഒരു കാലഘട്ടത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് 38 തയ്യാറാക്കി. പഴയ നിയമം AD 40 മുതൽ 95 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് 8 എഴുത്തുകാർ തയ്യാറാക്കപ്പെട്ടു. പുതിയ നിയമം ഉൾക്കൊള്ളുന്ന 66 ഗ്രന്ഥങ്ങളിലും ചേർന്നതാണ് സത്യവേദ പുസ്തകം. ഈ 66 ഗ്രന്ഥങ്ങളിലും ഓരോന്നിലും എത്ര അധ്യായമുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ. ഉൽപ്പത്തി പുസ്തകത്തിൽ 50, പുറപ്പാടിൽ 40, ലേവ്യയിൽ 27, സംഖ്യയിൽ 36, ആവർത്തന പുസ്തകത്തിൽ 34 ഉണ്ട്. അടുത്തത് ചരിത്ര ഗ്രന്ഥം. യോശുവയിൽ 24, ന്യായാധിപന്മാരിൽ 21, രൂത്തിൽ 4 ഉണ്ട്. 1-2 ശമൂവേലിൽ 31, 24, 1-2 രാജാക്കന്മാരിൽ 22, 25, 1-2 ദിനവൃത്താന്തങ്ങളിൽ 29, 36 ഉണ്ട്. എസ്രായേലിൽ 10, നെഹെമ്യയിൽ 13, എസ്തേറിൽ 10 ഉണ്ട്. അടുത്തത് കാവ്യഗ്രന്ഥങ്ങൾ. ഇയ്യോബിൽ 42, സങ്കീർത്തന പുസ്തകത്തിൽ 150, സദൃശവാക്യത്തിൽ 31, സഭാപ്രസംഗിയിൽ 12, ഉത്തമഗീതത്തിൽ 8 ഉണ്ട്. അടുത്തത് പ്രവചന ഗ്രന്ഥങ്ങൾ. യെശയ്യാവിൽ 66, യിരെമ്യാവിൽ 52, വിലാപങ്ങളിൽ 5, ഹെസ്കേലിൽ 48 ഉണ്ട്. ദാനിയേലിൽ 12, ഹെശയ്യാവിൽ 14, ആമോസിൽ 9, ഒബദ്യാവിൽ 1 ഉണ്ട്. യോനായിൽ 4, മീഖായിൽ 7 ഉണ്ട്. നഹൂമിലും ഹബക്കൂക്കിലും സഫന്യായിലും 3 വീതം ഉണ്ട്. ഹഗ്ഗായിൽ 2, സെഖര്യാവിൽ 14, മലാക്കിയിൽ 4 ഉണ്ട്. ഇതാണ് നമ്മുടെ പഴയ നിയമം. പുതിയ നിയമം. ആദ്യം സുവിശേഷം. മത്തായി എഴുതിയ സുവിശേഷത്തിനകത്ത് 28, മർക്കോസിൽ 16, ലൂക്കോസിൽ 24, യോഹന്നാനിൽ 21 ഉണ്ട്. അടുത്തത് ചരിത്ര ഗ്രന്ഥം. അപ്പോസ്തല പ്രവൃത്തിയിനകത്ത് 28 ഉണ്ട്. അടുത്തതായി ലേഖനങ്ങൾ. റോമാലേഖനത്തിൽ 16, 1-2 കൊരിന്ത്യയിൽ 16, 13, ഗലാത്യയിലും എഫേസ്യയിലും 6 വീതവും ഫിലിപ്പിയിലും കൊളോസ്യയിലും 4 വീതവും ഉണ്ട്. 1-2 തെസ്സലോനിക്ക 5, 3, 1-2 തിമോത്തിയിൽ 6, 4 ഉണ്ട്. തീത്തോസിൽ 3, ഫിലോമോനിൽ 1, എബ്രായരിൽ 13 ഉണ്ട്. യാക്കോബിൽ 5, 1-2 പത്രോസിൽ 5, 3, 1-2 യോഹന്നാനിൽ 5, 1 വീതവും യൂദായിൽ 1 ഉണ്ട്. അടുത്തതായി പ്രവചനം. വെളിപ്പാട് പുസ്തകത്തിൽ 22 ഉണ്ട്. ബൈബിൾ ഒറ്റനോട്ടത്തിൽ പറഞ്ഞാൽ ആകെ പുസ്തകം 66, ആകെ അധ്യായങ്ങൾ 1189, ആകെ വാക്യങ്ങൾ 31,173, ആകെ വാക്കുകൾ 7,137, ആകെ അക്ഷരങ്ങൾ 35,66,000.